Good afternoon to all. Good afternoon, everyone. കേൾക്കുന്നുണ്ടോ? Good afternoon, ma'am. എവിടെയായിരുന്നു? Good afternoon, ma'am. Afternoon. Afternoon. Good afternoon, ma'am. Good afternoon. Yeah. Okay. So first of all, sorry for being late. കുറച്ച് ലേറ്റ് ആയി, കുറച്ചധികം ലേറ്റ് ആയി. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മള് ഒരു ക്ലാസ്സിൽ നിന്നാ വരുന്നത് കേട്ടോ. ഇപ്പൊ 1:30 to 2:30 ക്ലാസ് ഉണ്ടാകും. സോ ക്ലാസ് ഡൗട്ട്സോ ഒന്നിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് ലേറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വരുമ്പോൾ ലേറ്റ് ആകുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. സോ സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് അത് ചോദിക്കണമല്ലോ അല്ലെ, ഇത്ര നേരം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ എപ്പോഴും അത് വിചാരിക്കാം കേട്ടോ, അങ്ങനെ ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ റീസൺ അതാണ്, ഒരു ക്ലാസ്സിൽ നല്ല വരുന്നേ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും വിശേഷത്തിൽ കാണണോ? How are you all? Hope you are doing well. Fine, ma'am. Okay. ആക്റ്റീവ് ആണ് എല്ലാവരും. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് എന്റെ അല്ലെ, ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി പവർഫുൾ ക്വസ്റ്റ്യൻ. ആക്റ്റീവ് ആണോ? ബോറടിക്കുന്നുണ്ടോ? ഉറക്കം പോയോ എന്നൊക്കെ ചോദിക്കണം അല്ലെ. കുറച്ച് ആക്റ്റീവ് ആയി തോന്നുന്നുണ്ടല്ലോ, ഇമോജീസ് കാണാൻ പറയാൻ പറ്റും നിങ്ങൾ ആക്റ്റീവ് ആണല്ലേ. യെസ്, വെരി ഗുഡ്. ചില്ലായിട്ടിരിക്കാം അല്ലെ. ഓക്കെ. അപ്പൊ പോർഷനിലൊക്കെ പോവാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കോട്ടോ. നമ്മള് വെന്റിലേറ്റർ ആണ് എടുത്തത്. അത്യാവശ്യം പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ അല്ലെ. റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ക്ലിയർ ആണല്ലോ? റിവൈൻഡ് ചെയ്യണോ? ക്ലിയർ ആണ്. പോവാലോ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കാം. ഇനി നോക്കേണ്ടത് what are the benefits of mechanical ventilation? വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ. The first point is the patient doesn't have to exert as much effort to breathe. പേഷ്യന്റിന് ഒരുപാട് എഫോർട്ട് എടുത്ത് ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Okay, that's a first benefit. Then the patient's breathing is likely to become normal. Breathing level കുറച്ച് നോർമൽ, അതും ഒരു ബെനിഫിറ്റ്, one of the benefits. Then helps the patient receive as much oxygen as he or she requires. അവനോ അവൾക്കോ ആവശ്യമായ ഓക്സിജൻ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. Then maintain a stable air rate. ഒരു എയർ റേറ്റ് ഒരു മെയിൻറ്റെയിൻ ചെയ്യും, മീൻസ് ഒരു ശ്വസന പ്രക്രിയ കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യും. Then permits medications to work and the body to make better. ബോഡി കുറച്ചുകൂടി ബെറ്റർ ആകാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് മെഡിക്കേഷൻ അല്ലെങ്കിൽ പറയുന്ന മെഡിസിൻസ് ആകാനും ബോഡി വർക്ക് ചെയ്യാനും ബോഡിയിൽ അതിലൂടെ ബോഡി കുറച്ച് ബെറ്റർ ആകാനും എന്താണ് അനുവദിക്കും, പെർമിറ്റ് ചെയ്യും. So these are the 5 benefits of mechanical ventilation. Is it clear? Clear ആണോ? പെട്ടെന്ന് എന്താണ് നല്ല രീതിയിൽ ഒരുപാട് എഫോർട്ട് ഇല്ലാതെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ബ്രീത്തിങ് ലെവൽ നോർമൽ ആകും. അതുപോലെ തന്നെ ആവശ്യമായ ഓക്സിജൻ അല്ലെ നമുക്ക് പേഷ്യൻസ് റിസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എയർ വേ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ പെർമിറ്റ് ചെയ്യാം ബോഡിയുടെ മെഡിക്കേഷൻസ് ടു വർക്ക് മീൻസ് മെഡിസിൻസ് വർക്ക് ചെയ്യാനും ആൻഡ് ബോഡി ടു മേക്ക് ബെറ്റർ അല്ലെ പക്ഷെ ബെറ്റർ ആക്കാനും അത് പെർമിറ്റ് ചെയ്യാൻ മീൻസ് അനുവദിക്കാമാണ് കേട്ടോ. അപ്പോ ഇതാണ് മെക്കാനിക്കൽ വെന്റിലേഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കോളൂ. എടുത്ത പോർഷൻ നമ്മൾ വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജസ്റ്റ് വായിക്കും.
ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഏതാ? റിസ്ക് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. വെന്റിലേറ്ററിൽ നമ്മൾ തുടരുകയാണെങ്കിൽ അതിന്റെ റിസ്ക് എന്തൊക്കെയാണ്? ഓക്കെ, ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. വെന്റിലേറ്റർ സഹായത്തോടെ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. Then, nevertheless, like other testaments, ventilators can cause future side effects. വേറെ ടെസ്റ്റാമെന്റ്സ് മീൻസ് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ പോലെ അല്ലെ, അത് ട്രീറ്റ്മെന്റ് പോലെയല്ല. മീൻസ് എന്താണ്, വെന്റിലേറ്ററിൽ നമ്മൾ കുറച്ച് നാളങ്ങനെ വെന്റിലേറ്ററിൽ തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് മോർ കോമൺ ഇഫ് ദ പേഷ്യന്റ് ഇസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ്. ഇത് ഒരു കോമൺ ആണ്. മീൻസ് കുറെ നാൾ അങ്ങനെ വെന്റിലേറ്ററിൽ തന്നെ കിടക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ലൈഫ് സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരുപാട് കാലം വെന്റിലേറ്റർ നമ്മൾ സ്പെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ വെന്റിലേറ്റർ കിടക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ദാറ്റ്സ് എ കോമൺ ഫാക്ടർ. കോമൺ ആണെങ്കിൽ പോലും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, എ ഫ്യൂ ഓഫ് ദ മോസ്റ്റ് കോമൺ റിസ്ക് കണക്റ്റഡ് വിത്ത് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ ഇൻക്ലൂഡ്സ്. അതായത് ഒരുപാട് നാൾ വെന്റിലേറ്ററിൽ സാധാരണ കിടക്കുകയാണെങ്കിൽ, സഹായം ആവശ്യമായി വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പേഷ്യൻസിന് ഉണ്ടാകുന്ന കുറച്ച് റിസ്കുകൾ എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നതാണ് താഴെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഇറിറ്റേഷൻ, വോക്കൽ കോർഡ്സ് ഇഷ്യൂസ്, പൾമണറി എഡിമ, ബ്ലഡ് ക്ലോട്ട്സ്, പെരീഷ്യൽ ഡിമെൻഷ്യ, ഫ്ലൂയിഡ് ഓവർലോഡ്, ലങ് ഇൻജുറി. ഓക്കെ, ഇതൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. Infection. One of the main risks being on a ventilator with a breathing tube is infection. Fluid and mucus develop in throat and windpipe can permit germs to pile upon the breathing tube. These germs can then move into the lungs. This can increase the risk of developing pneumonia. Sinus infection are also usual with the breathing tube. ഇത്രയേ ഉള്ളൂ. ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ ത്രോട്ടിലൂടെ ട്യൂബ് കണക്ട് ചെയ്താണ് വെന്റിലേറ്റർ അല്ലെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ട്യൂബില് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്, ജേംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ എന്താണ് ഇൻഫെക്റ്റഡ് ആകും. വിൻ പൈപ്പിൽ ഇൻഫെക്ഷൻ വരും, ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരും, ഫ്ലൂയിഡ് വരും, അതുപോലെ മ്യൂക്കസ് ഡെവലപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ദെൻ അതിലൂടെ എന്താ ഉണ്ടാവുക, ന്യൂമോണിയ വരെയും വരും. ന്യൂമോണിയ, സൈനസ് ഇൻഫെക്ഷൻ, ഇതെല്ലാം ഉണ്ടാകും. മനസ്സിലായോ? ഇത് ട്യൂബിൽ വരുന്ന വൺ ഓഫ് ദ മെയിൻ റിസ്ക് ആണ് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. വെന്റിലേറ്റർ ഒരുപാട് നാൾ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ ബ്രീത്തിങ് ട്യൂബിലൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്പ് ഇൻ ത്രോട്ട് ആൻഡ് വിൻ പൈപ്പ് ക്യാൻ പെർമിറ്റ് ജെംസ്. ത്രോട്ടിലും വിൻ പൈപ്പിലും ഈ മ്യൂക്കസ് എല്ലാം ഡെവലപ്പ് ആയിട്ട് അതിലേക്ക് ജെംസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് വരും കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മുടെ ത്രോട്ടിലും പൈപ്പിലും പറയുന്ന മ്യൂക്കസ് എല്ലാം ഡെവലപ്പ് ആക്കുമ്പോൾ അതിലൂടെയും ജേംസ് വരാനുള്ള ചാൻസ് ഉണ്ട്, വോമിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ബ്രീത്തിങ് ട്യൂബിലും അത് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരുപാട് ജേംസ് വന്ന് അവിടെ ഇൻഫെക്റ്റഡ് ആകും. അത് നമ്മുടെ പറയുന്ന ലങ്സിലേക്ക് മൂവ് ചെയ്യും. ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ജേംസ് ലങ്സിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ന്യൂമോണിയ വരാൻ അല്ലെങ്കിൽ ന്യൂമോണിയ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇൻക്രീസ് ആണ്, കൂടുതൽ ചാൻസ് ഉണ്ട്, റിസ്ക് ആണ്. ഓക്കെ, ദെൻ സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. സൈനസ് ഇൻഫെക്ഷൻ വരാനും ന്യൂമോണിയ വരാനും ഈ ബ്രീത്തിങ് ട്യൂബിലെ ഇൻഫെക്ഷനിലൂടെ വരാൻ ചാൻസ് ഉണ്ട്. This is one main risk of being on a ventilator. Clear? This is the first and main risk. Okay? Clear, Anala? Yes. Then irritation. The breathing tube can tap against and irritate the throat or lungs. It can also make it hard to cough. നമ്മുടെ തൊണ്ടയിൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരില്ലേ, അല്ലെ? നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അവിടെ ഇരിക്കുമ്പോൾ ത്രോട്ടിലാണെങ്കിൽ ലങ്സിലാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡാണ്, നമുക്ക് ചുമയ്ക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകും. Then vocal cord issues. A breathing tube goes through the voice box, which consists of vocal cords. This is why the patient can speak when we are on a ventilator. The breathing tube can harm the voice box. ഇത് നമ്മുടെ വോക്കൽ കോഡ്സിന് അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് തന്നെ.
നമ്മുടെ ബ്രീതിങ് ട്യൂബ് ഇട്ടത് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിക്കാൻ പറ്റാതെ നമ്മുടെ വോക്കൽ കോഡ്സ് ഇഷ്യൂസ് വരുന്നത് കൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. സോ അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്ട്സും ഈ പറയുന്ന വെന്റിലേറ്റർ നമ്മൾ പറയുന്നത് കിടക്കുമ്പോൾ ഉണ്ടാക്കും. ഒരു ഏതാണ് വോക്കൽ കോഡ് ഇഷ്യൂ, സംസാരിക്കാൻ പറ്റില്ല, കുറച്ചൊരു ഹാം ആണ്. ഈ ബ്രീതിങ് ട്യൂബ് വോയിസ് ബോക്സിന് കുറച്ച് ഹാം ആണ്, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. വി ക്യാൻ സ്പീക്ക് വെൻ ബീങ് ഓൺ എ വെന്റിലേറ്റർ. ഓക്കെ, യൂസ് ഓഫ് insert breathing tube insert ചെയ്തുകൊണ്ട്. Okay, this is the third point, and the fourth one is pulmonary edema. The air sacs in the lungs can get filled up with fluid. ഈ വോയിസ് സഞ്ചികളില് ഫ്ലൂയിഡ് വന്ന് ഫിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഫിൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന പൾമണറി എഡിമ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊരു സൈഡ് എഫക്റ്റ് ആണ്. എയർ സാക്സ്, വോയിസ് സഞ്ചി. Okay, then blood clots. Lying in the same position for a long time can enhance the risk of blood clots forming. നമ്മൾ ഒരേപോലെ കിടക്കാണ്, ഒരുപാട് നാള് ഒരു സൈഡ് വെച്ച് തന്നെ ഒരേപോലെ കിടക്കുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെയിം പൊസിഷൻ, നമ്മൾ സെയിം പൊസിഷൻ തന്നെ കിടക്കുകയാണെങ്കിൽ, ഒരുപാട് നാൾ കിടക്കുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്, ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. Then sedation related dementia. This can be resulted by the sedative and many other medications provided to an individual who is on a ventilator with a breathing tube. Sedation related dementia, നമുക്ക് ഒരുപാട് മെഡിസിൻസും സെഡേഷൻ ഒക്കെ തരുമ്പോൾ നമ്മൾ ആ ഒരു ഡിമെൻഷ്യയിലേക്ക് പോകും. ഒരു ബോധമില്ലാത്തൊരു അവസ്ഥയിൽ, രോഗത്തൊരു അവസ്ഥയിലായിരിക്കും. കാരണം ഒരുപാട് മരുന്നുകൾ, അതുപോലെ തന്നെ സെഡേഷൻ തരേണ്ട ആവശ്യം ഉണ്ടാവാം അല്ലെ. ആ ഒരു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഡിമെൻഷ്യയിലേക്ക് പോകും. അതൊരു സൈഡ് എഫക്റ്റ് ആണ്. Then fluid overload. This can be caused by continuous infectious drug toxicity and renal failure. ഒരുപാട് ഫ്ലൂയിഡ് വരുമ്പോൾ നമ്മുടെ renal failure ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ പഠിച്ചാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. നമ്മുടെ എന്താണ് ഇപ്പോ just wait. ഓക്കെ, അപ്പോ ഈ ഫ്ലൂയിഡ് ഓവർലോഡ് ആയിട്ട് ഫ്ലൂയിഡ് വരാണെങ്കിൽ അങ്ങനെ ഒരുപാട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ സൈഡ് എഫക്ട്സ് വരാൻ, ഫ്ലൂയിഡ് വരാൻ ചാൻസ്, ഒരുപാട് ഫ്ലൂയിഡ്സ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് അത് ഡാമേജ് ആണ്. സോ കിഡ്നി ഫെയിലിയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ മരുന്നുകളാണെങ്കിലും ഡ്രഗ് ടോക്സിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന മെഡിക്കേഷൻസ് ആണ് കേട്ടോ, അതിലൂടെയും നമ്മുടെ renal failure സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതും ഒരു സൈഡ് എഫക്റ്റ് ആണ്. Then lung injury. A ventilator can cause lung damage. It can occur for several reasons. Lung injury വരാൻ ചാൻസ് ഉണ്ട്. ശ്വാസകോശമായിട്ടാണെങ്കിലും കണക്റ്റഡ്. സോ അങ്ങനെ ഒരു ഡാമേജ് വരാൻ ചാൻസ് അത് സെവറൽ റീസൺ കൊണ്ടാണ്. എന്തൊക്കെ റീസൺ ആണ്? എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. നമ്മുടെ നോർമൽ ലിമിറ്റിൽ, അതായത് നമ്മുടെ എയർ പ്രഷർ, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രഷർ നോർമൽ ലിമിറ്റിൽ ബിയോണ്ട് ആണെങ്കിൽ, അപ്പുറത്തേക്കാണെങ്കിൽ അങ്ങനെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. എയർ സീപ്പ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ. അതായത് ഇപ്പോ ലങ്സിന് ചെസ്റ്റ് വാളിന് ഇടയിലുള്ള എയർ സീപ്സിലൂടെയും ഇപ്പോ അങ്ങനെയും എന്താണ് ഡാമേജ് അല്ലെങ്കിൽ ലങ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്സിജൻ ടോക്സിസിറ്റി, ടൂ മച്ച് ഓക്സിജൻസ് ലങ്സിൽ വരാണെങ്കിൽ ലങ്സ് ഡാമേജ് ആവാനും ഇഞ്ചുറി വരാനും ചാൻസ് ഉണ്ട്. So these are the side effects of being on a ventilator in a long period. Okay, അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്നുള്ളത്? ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ, ട്യൂബിലൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ന്യൂമോണിയയും അതുപോലെ സൈനസ് ഇൻഫെക്ഷൻ വരും. ദെൻ ഇറിറ്റേഷൻ, ഈ ട്യൂബ് ഇരിക്കുമ്പോൾ നമുക്ക് ത്രോട്ടിലാണെങ്കിൽ ഇറിറ്റേഷൻ വരും, നമുക്ക് ചുമക്കാൻ പോലും പറ്റില്ല. ദെൻ വോക്കൽ കോഡ് ഇഷ്യൂസ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ട്യൂബ് നമ്മുടെ ആ ഒരു ബ്രീതിങ് ട്യൂബ് അല്ലെ, വോക്കൽ കോഡില് അല്ലെങ്കിൽ വോയിസ് ബോക്സിൽ ഹാർംഫുൾ ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ദെൻ പൾമണറി എഡിമ, വോയിസ് സഞ്ചികളിൽ ഒരുപാട് ഫ്ലൂയിഡ് വന്ന് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് ക്ലോട്ട്, ഒരുപാട് സമയം ഒരുപാട് നാളുകൾ ഒരേ സൈഡിൽ തന്നെ നമ്മൾ കിടക്കുകയാണെങ്കിൽ അതിന് ബ്ലഡ് ക്ലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ, ഒരുപാട് സെഡേഷൻ മെഡിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസ് കുറച്ച് സെഡേറ്റീവ് ആകും അല്ലെ.
അപ്പൊ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിമെൻഷ്യയിലേക്ക് പോകും. സോ അതും ഒരു സൈഡ് എഫക്റ്റ് ആണ്. റെനൽ ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ, ഒരു ഓവർഡോസ് ആയ ഡ്രഗ്സും ഫ്ലൂയിഡ് ഇതാകുമ്പോൾ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആകും. ദെൻ ലങ് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ? എന്താണ് ക്ലിയർ അല്ല? ഓക്കെ. Then the last point, who attends to the patient on a ventilator? The patient, നമുക്ക് ആരാണ് വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യേണ്ടത്? The patients who are mechanically ventilated, care provides like physicians, anesthetists, pulmonary specialists, physiotherapists, or respiratory therapists, and nurses are liable to take care of them. അപ്പൊ ആരൊക്കെയാണ് ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ ആണെങ്കിൽ ഉണ്ടാകേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, അനസ്തീറ്റിസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് നഴ്സസ്. ഇത്രയും പേരാണ് പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. The patients on a mechanical ventilator. ഓക്കെ, വെന്റിലേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻസ് വെന്റിലേറ്റർ ആണെങ്കിൽ ഇത്രയും പേരാണെന്ത് നമ്മുടെ പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, the administration must make sure, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേക്ക് ഷുവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? The preventive maintenance of equipment to be done periodically. അല്ലെ, ഓരോ ടൈമിലും മെയിൻറ്റെയിൻ ചെയ്യുക എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് പീരിയോഡിക്കലി എക്യുപ്മെന്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. സോ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ കംപ്ലൈൻസോ അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊക്കെ പറയാൻ പറ്റില്ലല്ലോ. സോ അതെല്ലാം പീരിയോഡിക്കലി നമുക്ക് കറക്റ്റ്ലി അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക ചെയ്യും. Then obtainability of well-trained staff in care of patients in ventilator. Well-trained ആയ സ്റ്റാഫ്സ് ആയിരിക്കണം പേഷ്യൻസിനെ വെന്റിലേറ്ററിൽ കെയർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്ന് മെക്ക് ഷുവർ ചെയ്യണം. Okay, then strict protocol the care of ventilator patients. Ventilator പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന എല്ലാ പ്രോട്ടോകോളും ഫോളോ ചെയ്തിട്ടാണ്, സ്ട്രിക്ട് പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് പേഷ്യൻസിനെ വെന്റിലേറ്ററിൽ കെയർ ചെയ്യുന്നത് എന്ന് മെക്ക് ഷുവർ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആൻഡ് സഫീഷ്യന്റ് റിസോഴ്സ് ഷുഡ് ബി അവൈലബിൾ. എല്ലാ തരത്തിലുള്ള
ഫെസിലിറ്റീസും അവൈലബിൾ ആണോ, സഫിഷ്യന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ദീസ് ആർ ദ ഡ്യൂട്ടീസ് മെക്ക് ഷുവർ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ മെക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു പേഷ്യന്റ് വെന്റിലേറ്റർ ആണെങ്കിൽ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മെക്ക് ഷുവർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? പീരിയോഡിക്കലി വന്ന് അല്ലെ ഓരോ പ്രാവശ്യം വന്ന് ഓരോ പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ വന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ ആണോ മെയിൻറ്റെയിൻ ചെയ്യുക. വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ആണ് പേഷ്യൻസ് കെയർ ചെയ്യുന്നത് നോക്കാം. പ്രോട്ടോകോൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് പേഷ്യൻസ് കെയർ ചെയ്യുന്നത് നോക്കാം. സഫിഷ്യന്റ് ആയ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. സോ ദീസ് ആർ ഇതെല്ലാം നമ്മൾ മെക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താലോ, അല്ലെങ്കിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണോ? എന്റെ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി. ഇനി മോഡ്യൂൾ 2ലേക്കാണ് ഞാൻ പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണോ അതോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് റിവൈൻഡ് ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ. ഒന്ന് റിവൈൻഡ് ചെയ്താൽ പോരെ? നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പോരെ? അതല്ലേ കുറച്ച് ബെറ്റർ? റിവൈൻഡ് ചെയ്താൽ മതി മാം. നമുക്ക് നിങ്ങളെ കൊണ്ട് റിവൈൻഡ് ചെയ്ത് ചെയ്യാലോ? ഇങ്ങനെയുണ്ട് അവരൊപ്ഷൻ എങ്ങനെയുണ്ട്? എപ്പോഴും ടീച്ചേഴ്സ് അല്ലേ എടുക്കുന്നേ അല്ലെ? അപ്പൊ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ നിങ്ങൾ കൂടെ അറിയണ്ടേ? നോക്കിയാലോ? റെഡി ആണോ ആരെങ്കിലും ചെയ്യാൻ? നമുക്ക് എന്താ മിണ്ടാതെ എന്തിനാ പേടിക്കുന്നേ? നമ്മള് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് വായിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് വായിച്ചു പോട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ മലയാളം മീനിങ് ഒന്നും പറയില്ല, ജസ്റ്റ് വായിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രം. ഓക്കെ, സെന്റൻസ് വൈസ് ഒന്നല്ല, ജസ്റ്റ് ഒരു പാരഗ്രാഫ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. A medical ventilator is an equipment that assists the lungs work. It can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when can't breathe at all. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear a fitting mask to help get oxygen from the ventilator into the lungs. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. Clear ആണോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഷുവർ? ചുമ്മാ പറയുന്നല്ലോ. ഓരോ സെന്റൻസ് നമ്മൾ നിർത്തി പതുക്കി വായിക്കുമ്പോൾ ഓരോ സെന്റൻസിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഇനി കുറച്ചു പേര് ഓക്കെ പറയുമ്പോഴാണ് പോകുന്നത്. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ. എന്തെങ്കിലും എന്നോട് പറഞ്ഞാണോ ഏഞ്ചൽ? അല്ല, ഓക്കെ ആണെന്ന് പറഞ്ഞതാ മാം. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ അല്ലെ മിസ്സിനോട് പറഞ്ഞ മിസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഒന്നുകൂടി ചോദിച്ചു മിസ് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനൊന്നും ചിന്തിക്കേണ്ട. എന്തുണ്ടെങ്കിലും ചോദിക്കാം, എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ചോദിക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. അതർവൈസ് ഞാൻ ക്ലിയർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത പോർഷനിലേക്ക് പോകും. എന്താണെങ്കിലും ചോദിക്കാം, അറിയാം, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, a ventilator is also known by the other names. They are breathing machine, mechanical ventilation. Clear? Some of the health conditions that may require ventilators. Different types of health conditions can lead to difficulty in breathing, such as ventilator ആവശ്യമായി വരുന്നത്. Acute respiratory distress syndrome. ഇത് ശരിക്കും വായിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇവിടെ ഈ രോഗം എന്താണ് എന്നൊരു ചോദ്യമല്ല വരുന്നത് അല്ലെ. വെന്റിലേറ്ററിൽ ആവശ്യമായി വരുന്ന രോഗം എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ രോഗങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഈ ഡിസീസ് എന്തൊക്കെയാണ് എന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അല്ലാതെ ARDS എന്താണ്, ചിലപ്പോ ARDS സ്റ്റാൻഡ്സ് ഫോർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അതിന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം.
അല്ലാതെ ആ ഡിസീസ് എന്താണ് എന്നൊന്നും ചോദിക്കില്ല. ക്ലിയർ ആയോ? അപ്പൊ ജസ്റ്റ് ആ നെയിംസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, പിന്നെ അസുഖങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞു വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. മനസ്സിലായല്ലോ? ഓരോ അസുഖങ്ങൾ നമ്മൾ വായിച്ചു നോക്കും. ഇനി during surgery, ventilators are needed. If a patient is given general anesthesia for a surgical procedure, he is required to be on a ventilator or sleeping. മനസ്സിലായോ അത്? If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator or sleeping. Anesthesia കൊടുക്കാമല്ലോ, എന്തിനു വേണ്ടി? സർജിക്കൽ പ്രൊസീജിയർ ഒരു സർജറി ചെയ്യുമ്പോൾ തന്നെ അനസ്തീഷ്യ കൊടുക്കും. എന്നാ ഉണ്ടാവും? പേഷ്യന്റ് ഉറങ്ങും അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. This is because some anesthesia drug can make it difficult for the patient to be breathed properly on his own while in a sleep-like state. അതായത് ചിലപ്പോ സംടൈംസ് സ്ലീപ്പിംഗ് നമ്മൾ ഒരു ഉറങ്ങുന്ന ടൈമിൽ ഇപ്പൊ ഡ്രഗ് അനസ്തീഷ്യ തരുമ്പോൾ നമുക്ക് ആ ഒരു മയക്കം വരും. ആ മയക്കം വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില കണ്ടീഷൻസ് അങ്ങനെ വരും. അങ്ങനെ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റർ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് സർജറി ദ പേഷ്യന്റ് നീഡ്സ് ടു ബി ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പീരീഡ് ആസ് ഫോളോസ്. സർജറി കഴിയുമ്പോൾ പേഷ്യൻസ് നമ്മൾ എന്തൊക്കെയാ അത് ഫോളോ ചെയ്യണമല്ലോ അല്ലെ? അവരുടെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ എപ്പോഴൊക്കെയാണ് അങ്ങനെ നമ്മൾ നോക്കുന്നത്? ഡ്യൂറിംഗ് സർജറി ടൈമിൽ അല്ലെ? Ventilator can provisionally perform the breathing of the patient while he is under general anesthesia. Then recovery from surgery. A patient may occasionally require a ventilator to assist with the breathing for hours longer following cortical. ഓക്കെ, ആ സർജറി സമയത്ത് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായി വരും. അപ്പൊ ഏതൊക്കെ സമയമാണ്? സർജറി നടക്കുന്ന സമയവും അതുപോലെ റിക്കവറി ആകുന്ന ടൈമിൽ, അപ്പോഴൊക്കെയാണ് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ എല്ലാം ഇങ്ങനെ വായിച്ചു പോണോ? Then a ventilator won't cure an illness. Ventilator നമ്മളെ ഇൽനെസ് മാറ്റുന്നില്ല. അവരെന്താ ചെയ്യാ? A ventilator's responsibility is to maintain the patient's breathing while the body battles an infection, disease or disease from trauma. നമുക്ക് വെന്റിലേഷൻ എന്ന് പറയുന്നത് അസുഖം മാറ്റാനുള്ളതല്ല, നമ്മുടെ ബോഡി ഒന്ന് റിക്കവർ ചെയ്യാം, ബ്രീത്തിങ് ലെവൽ, നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുക, അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ അല്ലെ ബാറ്റിൽ ചെയ്യാം, ബോഡി അഗെയിൻസ്റ്റ് ആയിട്ട് പൊരുതുക, ഇൻഫെക്ഷനോട് പൊരുതുക, അസുഖത്തോട് പൊരുതുക, അസുഖം മാറാൻ ഹീൽ ചെയ്യുക. അതിലോട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴാണെല്ലാം ബോഡി കറക്റ്റ്ലി വർക്ക് ആകും. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെഷീൻ ആണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അസുഖം മാറ്റാനുള്ളതല്ല. ഹൗ ഡസ് വെന്റിലേറ്റർ വർക്ക്? എങ്ങനെയാണ് വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് എയർവേസ് ഉണ്ട് അല്ലെ? ആ എയർവേയിലൂടെയാണ് നമ്മൾ എന്ത് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നതും അതന്നെ നമ്മള് ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജനും എക്സേൽ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് നമ്മുടെ പ്രോപ്പർ എയർവേ എന്ന് പറയുന്നത്. അപ്പൊ എയർവേ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ്, ലങ്സ്, ട്യൂബ്. ദീസ് ആർ ദ എയർവേസ്. അതിലൂടെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത്, എക്സേൽ ചെയ്യുന്നത് അല്ലെ? പിന്നെ എങ്ങനെയാണ് നമ്മള് വെന്റിലേറ്റർ മീൻസ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് മാസ്ക് ഫിറ്റ് ചെയ്തുകൊണ്ടും, പിന്നെ എന്താ പറയുന്ന പോലെ 2 മെത്തേഡ്സ് ആണ് അല്ലെ പുഷിംഗ് ഓക്സിജൻ. നമ്മുടെ ലെൻസിലൊക്കെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന 2 മെത്തേഡ്സിലൂടെയാണ്. ഫസ്റ്റ് മെത്തേഡ് ഇസ് ഫിറ്റിംഗ് മാസ്ക് ആൻഡ് ദെൻ അതർ മെത്തേഡ് ബ്രീത്തിങ് ട്യൂബ്. ഈ 2 രീതിയിലാണ് നമുക്ക് ഓക്സിജൻ ലെൻസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബില് അൺകംഫർട്ടബിൾ വരും, അല്ലെങ്കിൽ പേഷ്യന്റ് കോൺഷ്യസ് ആകുമ്പോൾ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം ആ ട്യൂബ് ഉള്ളത് കൊണ്ടാണ്. ത്രോട്ടിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അതുപോലെ നമുക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ നീങ്ങാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്, വെന്റിലേറ്റർ ആകുമ്പോൾ പേഷ്യൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? റേറ്റ് അവരുടെ നോർമൽ ആണോ, ബ്ലഡ് പ്രഷർ നോർമൽ ആണോ, റെസ്പിറേറ്ററി റേറ്റ്സ് എങ്ങനെയാണോ, ഓക്സിജൻ സാച്ചുറേഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്യും. പേഷ്യന്റ് വെന്റിലേറ്റർ ആണെങ്കിൽ patient ventilator, the doctors or all the other staffs monitor patient's condition അല്ലെ, current condition. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് അത് മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്തെടുത്ത പോർഷൻ ബെനിഫിറ്റ്സ് ആണ്. മെക്കാനിക്കൽ വെന്റിലേഷനിലെ പേഷ്യൻസ് കിടക്കാണെങ്കിൽ അവരുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്.
ദെൻ റിസ്ക്, കുറച്ച് റിസ്കുകളും കാര്യങ്ങളുണ്ട്. വെന്റിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്കുകളും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്രയാണ് വെന്റിലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. വെന്റിലേറ്റർ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? കുറച്ച് ഞാൻ സംസാരിക്കുന്ന പൊതുവെ സ്പീഡിലാണ്, ക്ലാസ് വായിക്കുന്നതാണ് കുറച്ച് സ്പീഡിലാണ്. പക്ഷെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടല്ലോ. മിക്കപ്പോഴും എല്ലാ ക്ലാസ്സിലും ചോദിക്കും. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അല്ലെ ഒന്നുകൂടെ പറയണം, ഏതെങ്കിലും ഒരു പോർഷൻ മിസ് ഒന്നുകൂടെ പറയണം എന്നാണെങ്കിൽ അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നോട് പറയാം കേട്ടോ. അല്ല, വിതൗട്ട് എനി ഹെസിറ്റേഷൻ യു ക്യാൻ സ്പീക്ക് എനിത്തിങ് ടു മീ. ഓക്കെ, സേ ടു മീ എനിത്തിങ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? പറയൂ എന്തെങ്കിലും, കിട്ടാതിരിക്കില്ലേ? ക്ലാസ് ഓക്കെ ആണോ? അല്ല, ഓക്കെ ആണ് മിസ്. എല്ലാവരും ഒപ്പീനിയൻ എന്താ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ടെക്സ്റ്റ് ചെയ്യുമോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യും. എനിക്ക് ആ ക്ലാസ്സിൽ കുറച്ച് അത്യാവശ്യം ഒരു അറൌണ്ട് 23 സ്റ്റുഡൻസ് എങ്ങനെ ക്ലാസ്സിലുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അബൌട്ട് മൈ ക്ലാസ്. What's your opinion or suggestion, negatives or positives, anything? You can type or you can text me or you can tell me directly. Anyway, എനിക്ക് അറിയേ പറ്റും, അറിയണം എന്താണെങ്കിലും. ഓക്കെ, ഒന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് അറിഞ്ഞാൽ കൊള്ളാം. കുറച്ച് നാളുകളായി നമ്മുടെ ക്ലാസ് എടുക്കുന്നു. അതിൽ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഒരു മാസത്തോളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിനെ കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ആഴ്ച ഒരു ദിവസമാണ് വരുന്നെങ്കിൽ പോലും ഒരു മാസത്തോളം ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്റെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയൂ കേട്ടോ. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, എന്താണെങ്കിലും പറഞ്ഞോളൂ. എനിക്കത് വിഷമാകുകയോ മിസ് എന്ത് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല. ഞാനൊരു ടീച്ചറാണ്. സോ എനിക്ക് നെഗറ്റീവ്സും പോസിറ്റീവ്സും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നെഗറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യും. അപ്പൊ ഒരാളുടെ നെഗറ്റീവ്സ് ചൂണ്ടിക്കാണിക്കുമ്പോ അത് അത് അവർക്ക് നല്ലതാണ്, മീൻസ് എനിക്ക് നല്ലതാണ്. കാരണം എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിന്റെ നെഗറ്റീവ് ആണോ. അപ്പോഴായിരിക്കും ഞാൻ അത് മനസ്സിലാക്കാം. സോ എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും. ഇതൊക്കെയല്ലേ ചെയ്യാം. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നില്ല. അത് നല്ലതെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എന്നോട് പറയൂ, എന്നോട് പറയൂ. എന്നോട് പറയൂ എന്റെ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് പറയൂ. മാഡത്തിന്റെ ക്ലാസ് അടിപൊളിയാണ്, ബോറൊന്നുമില്ല. അതുപോലെ തന്നെ ഉറക്കവും വരുന്നില്ല. നല്ല രസമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവ്സ് ഉണ്ടോ? ഇല്ല മാഡം, നെഗറ്റീവ്സ് ഒന്നുമില്ല. മാഡം പറഞ്ഞു പോകുന്നത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും മാഡം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്ലാസ് എടുത്തു തരുന്നതെല്ലാം. ഓക്കെ, ദെൻ പറയൂ. എനിക്ക് എല്ലാവരും കേൾക്കണം. പറയൂ പറയൂ പറയാം. ഓക്കെ, ഓവർ എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ. ഞാൻ പറയട്ടെ, നമ്മള് എല്ലാവരും ഇപ്പൊ ഈവൺ ഞാൻ നിങ്ങളെ പോലൊക്കെ തന്നെയാണ് അല്ലെ? ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. എനിക്കും എന്റെ ആഗ്രഹം എന്താണ്, ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി കിട്ടണം. അല്ലാതെ എന്താണ്, ഞാൻ അവിടെ പോയി, ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എന്ന് പറയേണ്ട ഒരു കാര്യത്തിനെ ഞാൻ ആ ബസ് കയറി, ആ കാറിന് പോയി, ഞാൻ അവിടെ ആ കടയിൽ കയറി, അവനെ കണ്ട്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അവന്റെ വീട്ടിൽ പോയി എന്ന് പറയണോ? വേണ്ടല്ലോ. ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ പോയല്ലോ, അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ അവനെ പറഞ്ഞു തിരിഞ്ഞൊക്കെ പറയുമ്പോ പോയിന്റ് എത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ പറഞ്ഞൊരു ഇത്രയുണ്ടോ? ഇതിന്റെ ആവശ്യമില്ല. ഇത്ര ഇങ്ങനെ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്. സോ കുറച്ച് നല്ലതായിട്ട് തോന്നി, ഞാൻ അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കി എല്ലാവരും സംസാരിക്കും കേട്ടോ. ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കണം, അങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ HA സ്റ്റുഡൻസ് ആണ്, ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവരാണ് എന്നൊന്നുമില്ല. നമ്മൾ വന്നിരിക്കുന്നത് പഠിക്കാനാണ്. കൂടുതലും കുറച്ചുകൂടെ എൻജോയ് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെ? കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എല്ലാം ഇതില്
അതായത് ഫുൾ ടൈം പഠിത്തം എന്ന് ബോറാണ്. ഞാൻ സംബന്ധിച്ചു, ഞാൻ ടീച്ചർ ആണെങ്കിൽ പോലും 1 hour ഫുള്ള് പഠിക്കരുതേ, ഭയങ്കര ബോറിംഗ് ആണ്. നമ്മൾ നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചു, 2 മണിക്കൂറിൽ നിന്ന് പഠിക്കണ്ടേ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, കുറച്ചൊന്നും സംസാരിക്കൂ. ഇങ്ങനെ ഫുൾ ടൈം എഴുതി പിടിച്ചിരിക്കല്ലേ? സംസാരിക്കൂ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും പറയും നല്ല ക്ലാസ്സാണ്, മനസ്സിലാവുന്നുണ്ട്, താങ്ക് യു. ഓക്കെ, ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് എങ്കിലും പറയും. സീരിയസ് ആയിട്ട് ചോദിക്കുന്ന, ഞാൻ തമാശക്കോ ഒന്നുമല്ല, ഒരു നെഗറ്റീവ് എങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. കാരണം നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇനി ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നതാണോ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്താണെങ്കിലും ഓപ്പണായിട്ട് തന്നെ പറയും. സംസാരിക്കും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ബട്ടൺ ഉണ്ട്, നമ്മൾ വെക്കുക, അൺമ്യൂട്ട് ആവും, പിന്നെ നിങ്ങൾക്ക് സംസാരിക്കും. ഒരാൾ എത്ര നേരമായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും മിണ്ടുന്നില്ല. ആണോ? അത് മോശമാണോ? നീ ചോദിക്കില്ല. അതെനിക്ക് ഇഷ്ടമായി, ഞാൻ ചോദിക്കും. കൊള്ളാം. എക്സാമിന്റെ കാര്യം ചോദിക്കെടുക്കാം, അത് വേറെ കാര്യം. എക്സാമിന്റെ ടൈമിൽ ഞാൻ ഒന്നിരുന്ന് പറയും ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന്. അല്ലാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ അത് അണ്ടർലൈൻ ചെയ്യൂ, ഇത് അണ്ടർലൈൻ ചെയ്യൂ എന്ന് ഞാൻ പറയാറില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ. ഇൻഫെക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇൻഫെക്ഷൻ എങ്ങനെയാ വരാം? വെന്റിലേറ്ററിൽ ഒരുപാട് നാൾ കിടക്കുന്ന പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരുന്നത് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാലോ. ട്യൂബിലൂടെയാണ് ശ്വസിക്കുന്നത്, അല്ലെ? ട്യൂബ് ഉണ്ട്, ബ്രീത്തിങ് ട്യൂബ് ഉണ്ട്. ബ്രീത്തിങ് ട്യൂബിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇൻഫെക്ഷൻ വരും, അല്ലെ? അതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, നമ്മൾ പുറത്തുനിന്ന് കൊടുത്തവരാണ്, ഇൻസർട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ അതിലൂടെ ഇൻഫെക്ഷൻ വരും. ചിന്തിക്കാവുന്നേ, കോമൺ സെൻസിൽ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ആ ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ത്രോട്ടിലും നമ്മുടെ വിൻ പൈപ്പിലും മ്യൂക്കസ് വരും, ഡെവലപ്പ് ആകും, മ്യൂക്കസ് ഡെവലപ്പ് ആകും. അതിലൂടെ നമുക്ക് എന്താണ് ഇൻഫെക്ഷൻ വരും. അങ്ങനെ എന്താകും? ന്യൂമോണിയ ആകും. അതുപോലെ സൈനസ് ഇൻഫെക്ഷൻ വരും. അറിഞ്ഞൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്? അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ആ ഫുൾ സെന്റൻസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അതിന് പോയിന്റ് കിട്ടിയാൽ മതി നമുക്ക്. അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മെയിൻ പോയിന്റ്. അങ്ങനെ പഠിക്കും. മനസ്സിലായോ? ശരിയാ. വര എനിക്ക് അങ്ങനെയുണ്ട്. നീ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാൽ ആ വര മാത്രമേ കാണൂ. എക്സാം ആയിരിക്കും ആ വര എന്താ, അവരുടെ മുകളിലുള്ള സെന്റൻസ് എന്താന്ന് എനിക്കറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ നോട്ടം ആ ഒരു വിഷൻ പോകുന്ന ആ ഒരു പോയിന്റിലേക്ക് അണ്ടർലൈൻ ചെയ്തതിലേക്ക് മാത്രമാണ്. അല്ലാതെ ആ ഒരു സെന്റൻസ് നമ്മൾ നോക്കില്ല. അതാണ് അണ്ടർലൈൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സൈഡ് എഫക്ട്. അതാ വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇപ്പൊ നമ്മൾ വീട് പണിയുമ്പോ കണ്ണേർ കിട്ടാതിരിക്കാൻ ഒരു കോലം വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു കോലം വെക്കും, അല്ലെങ്കിൽ ഒരു ഫേസ് വെക്കും. നിങ്ങൾ വീട് നോക്കോ ഫേസ് നോക്കോ? ഏറ്റവും ചെറിയൊരു സാധനമാണ്. വീട് വലുതായിരിക്കുമെങ്കിലും വെക്കുന്ന ഫേസ് വളരെ ചെറുതായിരിക്കും. ആ വീടിന്റെ എത്രയുള്ള ഫേസ് ആയിരിക്കും വെക്കുക, അല്ല ആ വീടിന് എത്രയുള്ളതായിരിക്കും വെക്കുക. അല്ല, നോട്ട് ഇങ്ങോട്ടേക്കാ പോകുന്നേ, ഇങ്ങോട്ടേക്കേ പോകുള്ളൂ, അല്ലെ? നമ്മുടെ വിഷനാണ്. കണ്ണീർ കിട്ടുക എന്ന് പറയുന്ന സംഭവം മാറ്റി വെക്കട്ടെ, ഇതൊന്നല്ല. പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് അവിടെ ആയിരിക്കുന്നു മാത്രം. അതാണ് ഈ അണ്ടർലൈൻ ചെയ്താലുള്ള കുഴപ്പം. അണ്ടർലൈൻ ചെയ്താൽ ആ വര മാത്രമേ നമ്മൾ നോക്കൂ. നമുക്കത് വേണ്ട, പഠിക്കണ്ട നമുക്ക്, അല്ലെ? എക്സാമിന് മാർക്കാണെങ്കിൽ വായിക്കുക. ടെക്സ്റ്റ് കണക്റ്റഡ് ആയിരുന്നാൽ മതി. അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാല് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആയ ഒരു വ്യക്തിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം ആ സെന്റൻസ് എവിടെയാണ് വരുന്നത്, എന്ന സ്ഥലത്താണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് വായിച്ച മീനിങ് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാം ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ വിചാരിക്കോ മിസ്സിന് ഭയങ്കര എനർജിയാണ്, മിസ് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് എന്നല്ല നിങ്ങൾ വിചാരിക്കുക. നമ്മളിങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്യൂ വരും.
ശ്വാസം കിട്ടാതെയാകുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത് എന്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ഞാൻ 10:30 തുടങ്ങി ക്ലാസ് എടുക്കുന്ന 10:30 to 11:30, 11:30 to 12:30, 12:30 to 1:30 ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആണ്. ഓക്കെ, then 2:30 1:30 to 2:30, then ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. 4ാമത്തെ ക്ലാസ് ആണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ടയേർഡ് ആകുന്നുണ്ട്. പക്ഷെ നിങ്ങളത് അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടോ നിങ്ങളത്? ഇല്ല. എനിക്ക് സംസാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, അതാ പറഞ്ഞു വരുന്നത്. ഇവിടെ മിണ്ടാതിരിക്കരുത്, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സില് മിസ് ഏതുവരെ എവിടെ പഠിച്ചതൊക്കെ? എവിടെയാണ് പഠിച്ചിരുന്നോ? എന്തൊക്കെയാണ് ചോദിക്കുന്നത്? പേഴ്സണൽ മാറ്റേഴ്സ് ആണല്ലോ. അല്ല, ഞാൻ ഇംഗ്ലീഷ് മിസ് വായിക്കുന്നതിന്റെ ഇംഗ്ലീഷിന്റെ സ്ലാങ്ങും പ്രൊനൗൺസിയേഷനും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പോഴാലോചിച്ചതാ പഠിച്ചതും ഒക്കെ എങ്ങനെയാ, എവിടെയാന്ന്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ ആലോചിച്ചതാ. എല്ലാരും വായിക്കുന്ന പോലെ അല്ലേ മിസ്? ഒരു ഡിഫറെന്റ് ആയിട്ടല്ലേ വായിക്കുന്നത്? പ്രൊനൗൺസിയേഷനും അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. ഐ തിങ്ക് വേണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ടീച്ചർ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ടീച്ചർ ആവണമെന്നൊന്നുമില്ല. നമ്മളൊരു കാര്യം വായിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അതിൻ്റെതായ ഒരു പ്രൊനൗൺസിയേഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. മലയാളം ആണെങ്കിലും ബംഗാളികളൊന്നും മലയാളം സംസാരിക്കുന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു ബംഗാളിയാണ്. കാരണം എന്താ? പ്രൊനൗൺസിയേഷൻ തെറ്റാ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും മംഗ്ലീഷ് എന്ന് പറയും നമ്മുടെ. കാരണം മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്യും. മംഗ്ലീഷോ ഒരു മദർ ടങ് ടച്ച് അവിടെ വരും. അത് നമ്മളൊന്ന് പഠിച്ചാൽ മതി. വായിക്കുമ്പോ പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യൂ. ഓക്കെ, ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആട്ടോ. ചുമ്മാ പറയുന്നതല്ല, ഇംഗ്ലീഷ് സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്ക് കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രമാണ്. നമുക്ക് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. കോഴ്സ് പഠിച്ചു, മാർക്ക് കിട്ടി, ഒരുപാട് ടോപ്പർ ആണ് എങ്കിൽ പോലും ലാംഗ്വേജ് സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും ഒരു കോൺഫിഡന്റ് ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റില്ല. ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ടോപ്പർ ആണ്, ശരി, നിങ്ങൾക്ക് മാർക്ക് വാങ്ങി ടോപ്പർ ആണ്. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കും. കാരണം എന്താ? ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പേടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന. ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. നമ്മളെ മനസ്സിൽ വെച്ചോ, നമ്മൾ വിചാരിച്ച പഠിക്കാൻ പറ്റും. അപ്പൊ വായിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കുക, ഓരോ വേർഡും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഡയറക്ട്ലി പറയാം മിസ്റ്റേക്ക് ഓരോ വേർഡും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അറിഞ്ഞാമെങ്കിൽ പോലും just an example. Yeah, this word. I will just text a word. Can you pronounce it? Deny. Sorry. Deny. Deny. Yeah. ഒരു ഡൗട്ട് വരുന്നതാണോ? അതാണ് deny. Okay, deny. Deny. അതിപ്പോ ഇംഗ്ലീഷ് ക്ലാസ് ആകുമല്ലോ. ദൈവമേ. ഇല്ല. നമുക്ക് അറിവുകൾ നമുക്ക് ഏത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. നോളജ് വളരെ ഇമ്പോർട്ടന്റ്. അത് എന്തിനെ കുറിച്ചും ഞാൻ അങ്ങനെയാണ് കേട്ടോ. കുറച്ച് ഞാൻ അറിഞ്ഞപ്പോഴാണുണ്ട് ഇതിനങ്ങനെ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇംഗ്ലീഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ഫോണിക്സ് കൂടെ എടുക്കുന്ന ഒരാളാണ്, പ്രൊനൗൺസിയേഷൻ. സോ ഇംഗ്ലീഷിന്റെ പ്രത്യേകത കുറച്ച് പറയുകയാണെങ്കിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ആണ്. ഡി, നമ്മൾ ഡി എന്ന് പറയും, നാക്ക് വളച്ചാണ് ഡി പറയാം. അങ്ങനെ എല്ലാട്ടും അത് പറയണ്ടേ. ഡി നാക്ക് നമ്മൾ പല്ലിന്റെ ഇടയിൽ നാക്ക് വന്ന് ടച്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം, ഒരുപാട് പുഷ് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യാം ഡി. അപ്പൊ ഡിനായി എന്ന് പറയും. അപ്പൊ ഓരോ ലെറ്റേഴ്സിനും സൗണ്ട്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പറയാം. വേറെ എന്നിട്ട് അറിയാൻ അതേ സംഭവം എന്താ? എന്താ മിസ്റ്റേക്ക് ഉണ്ടോ? Cucumber. Okay, it's a cucumber. ഇനി the last word. അയ്യോ, ഇത് ഇംഗ്ലീഷ് ക്ലാസ് ആയാലോ? നമുക്ക് പോവാട്ടോ.
ഇതും കൂടെ പറയൂ, നമുക്ക് അവസാനിപ്പിക്കാം. ലിച്ചി. Lychee. No, it's a lychee. Yeah, it's lychee. Lychee ആണ്, not lychee. Yeah. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിച്ചു. ഓക്കെ, അപ്പൊ ഉറപ്പൊക്കെ പോയല്ലോ, ആർക്കും ഉറക്കമൊന്നുമില്ല, ആക്റ്റീവായ എല്ലാവരും. ഞാനും കുറച്ച് ആക്റ്റീവായി. ഇനി എന്നോട് സംസാരിക്കൂ കേട്ടോ, നിങ്ങൾ സംസാരിച്ചോളൂ. നമുക്ക് കുറച്ചു നേരം ചുമ്മാ വെറുതെ ലോക കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുമ്മാ നാട്ടിലെ കാര്യങ്ങളോ വിശേഷങ്ങളോ ഒക്കെ പറയാം. ഫുൾ ടൈം ക്ലാസ് വേണ്ട, പോർഷൻസ് ഒക്കെ ഞാൻ എടുത്ത് നിർത്തരാം, അത് വിഷയമൊന്നുമില്ല. മിസ് പറഞ്ഞത് ശരി. ആക്ച്വലി ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് എടുത്ത ആളാണ് ഡിഗ്രിക്ക്. സോ എനിക്ക് ഫോണറ്റിക്സ് എന്ന് പറഞ്ഞ ഭയങ്കര പാടായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ആണ്. ഫോണറ്റിക്സ് എനിക്ക് അങ്ങനെ കിട്ടില്ല, കാരണം എൻ്റെ ടീച്ചേഴ്സ് ഒക്കെ നല്ലോണം പറഞ്ഞു തരെങ്കിലും എനിക്ക് അത് ഗ്രാപ്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഡിഫ്തോങ്സും ഫോണറ്റിക്സും ഒക്കെ. അത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, കേട്ട് പഠിക്കുക. അതായത് ഓരോ വേർഡും നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഓരോ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കേൾക്കുക, കേട്ട് പഠിക്കും. എന്നിട്ട് അതേപോലെ തന്നെ എക്സാക്ട്ലി അതേപോലെ തന്നെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ അത് പറയുമ്പോൾ മറ്റുള്ളവർ കളിയാക്കോ അങ്ങനെയൊന്നും മെയിൻ ചെയ്യണ്ട. കാരണം പ്രൊണൗൺസിയേഷൻ അതാണ്, അങ്ങനെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം. അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി മറ്റേ നാഗാലാൻഡിൽ പഠിച്ച ഒരാളാണ്. അപ്പൊ ആൾട്ടർനേറ്റീവ് ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് കുറച്ച് പാടായിട്ട് തോന്നി. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല ഡ്യൂ ടു മൈ എനിക്ക് ആ സമയത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വയ്യാതെ വന്ന് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു കോഴ്സ്. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ ഫാർമസി അസിസ്റ്റന്റ് ആയി, നഴ്സിംഗ് പോയി. നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഫാർമസി അസിസ്റ്റന്റ് ഇപ്പൊ ഇതെടുത്തു. എനിക്ക് ഇതല്ല മാം, എനിക്ക് കുഞ്ഞിലാണെങ്കിൽ ഡോക്ടർ ആവാനാണ് ഇഷ്ടം. എന്റെ എയിം അതാണ്, ഗൈനക്കോളജിസ്റ്റ്. ഞാനിപ്പോ ഫാർമസി അസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹോസ്പിറ്റൽ ഈ ഫീൽഡിൽ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെ ഒരു ഫീൽഡ് നമുക്ക് അതിൽ തന്നെ ഒരു ഇതാവുമല്ലോ. എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതി മെഡിസിനിലേക്ക് പോവാന്നുള്ള ഐഡിയയിലാണ്. Yeah, okay. Keep going. ഇങ്ങോട്ടല്ലേ പോവാ, ധൈര്യമായിട്ട് പോവാ. ഓക്കെ, താങ്ക് യു മാം. അപ്പൊ ഞാൻ പോട്ടെ, സമയമായി. അപ്പൊ ഇതേപോലെ സംസാരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴും ആകെ ആഴ്ച ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സംസാരിക്കണം. പണ്ടത്തെ ചങ്കരത്തെ നമ്മൾ കയറിയരുത്. ഓക്കെ ആണ്, അല്ലെങ്കിൽ സെർച്ചാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം കേട്ടല്ലോ. ഓക്കെ, സോ ഇതിന് പറയാനുണ്ടോ ആർക്കെങ്കിലും? വേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരിക്കില്ല, പോവാം. ഓക്കെ, സോ Thank you, ma'am. Yeah, thank you all. See you on the next class and bye to all. Bye. Thank you, ma'am.